മേലടത്തു ചക്കിയമ്മ ആ കുഞ്ഞിനെ സ്വന്തം മകനായി സ്വീകരിച്ചു. തീയ സമുദായത്തിൽപ്പെട്ട അവർ ആ പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്നു. സ്നേഹവും കരുണയും നിറഞ്ഞ അവരുടെ തീരുമാനം ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. കേളൻ വളർന്നു വരുംതോറും നല്ല ആരോഗ്യവും കരുത്തുമുള്ള ഒരു യുവാവായി മാറി. കൃഷിപ്പണിയിലും മറ്റു ജോലികളിലും അവൻ അത്യന്തം മിടുക്കനായിരുന്നു. അവൻ്റെ അധ്വാനവും കഴിവും കാരണം ചക്കിയമ്മയുടെ കൃഷിയിടങ്ങളിൽ സമൃദ്ധമായ വിളവ് ലഭിച്ചു. കാലം കടന്നുപോകവേ കുന്നുരു പ്രദേശം സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്നു. ആ വളർച്ചയുടെ പിന്നിൽ കേളൻ്റെ അക്ഷീണമായ പരിശ്രമമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ചക്കിയമ്മയ്ക്കൊരു ആഗ്രഹം തോന്നി. വയനാട്ടിലുള്ള പൂമ്പുനം പ്രദേശവും കൃഷിയോഗ്യമാക്കണം. ആ പ്രദേശവും സമൃദ്ധിയിലേക്ക് ഉയരണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അതിനായി അവർ കേളനെ വിളിച്ചു വരുത്തി. തൻ്റെ മനസ്സിലുള്ള കാര്യം സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം കേട്ട കേളൻ ഉടൻ തന്നെ യാത്രയ്ക്ക് തയ്യാറായി. കൃഷിപ്പണിക്കാവശ്യമായ പണി ആയുധങ്ങളും സ്വയം രക്ഷയ്ക്കായി വില്ലും ശരങ്ങളും അവനൊപ്പം കരുതി. യാത്ര ദൈർഘ്യമേറിയതായിരുന്നു. കാടുകളും മലനിരകളും താണ്ടേണ്ട വഴിയായിരുന്നു അത്. വീട്ടിലുണ്ടായിരുന്ന കള്ള് അല്പം കുടിച്ച ശേഷം വഴിയിലേക്കായി കുറച്ച് കള്ള് കയ്യിലും മാറാപ്പിലുമായി കരുതുകയും ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത കേളൻ ഒടുവിൽ പൂമ്പുനത്തെത്തിച്ചേർന്നു. അവിടെ പരന്നു കിടന്നിരുന്ന കാടുകൾ കൃഷിയോഗ്യമായ ഭൂമിയാക്കി മാറ്റാനുള്ള ദൗത്യം അവൻ ആരംഭിച്ചു. മുക്കുറ്റിക്കാട്, മൂവരിക്കുന്ന്, നല്ല തേങ്ങ, കരിമ്പനക്കാട് എന്നിവയെല്ലാം അവൻ വെട്ടിത്തെളിച്ചു. എന്നാൽ നാലാമത്തെ കാട്ടിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരു നെല്ലിമരം മാത്രം അവൻ വെട്ടിയില്ല. കാടുകൾ വെട്ടിത്തെളിച്ച ശേഷം അവ കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കാടിൻ്റെ 4 മൂലയിലും 4 കോണുകളിലും കേളൻ തീ കൊളുത്തി. അല്പസമയത്തിനകം തീ കാട്ടിലാകെ പടർന്നു. അതിനുശേഷം അസാമാന്യ ധൈര്യത്തോടെ ജ്വലിക്കുന്ന കാടിൻ്റെ നടുവിൽ നിന്ന് കേളൻ പുറത്തേക്ക് ചാടി. അത് അവൻ്റെ ശക്തിയുടെയും സാഹസികതയുടെയും മറ്റൊരു തെളിവായിരുന്നു. ആദ്യത്തെ കാട്ടിൽ നിന്ന് കേളൻ വിജയകരമായി പുറത്തു കടന്നു. രണ്ടാമത്തെ കാട്ടിൽ നിന്നും അതേ സാഹസികതയോടെ പുറത്തു ചാടി. തീയെ മറികടക്കുക അവനൊരു വെല്ലുവിളി മാത്രമായിരുന്നില്ല. ക്രമേണ അതൊരു രസമായി മാറി. മൂന്നാമത്തെ പൂമ്പുനവും അഗ്നിക്ക് സമർപ്പിച്ച ശേഷം കേളൻ 4ാമത്തെ പൂമ്പുനത്തിലേക്ക് നടന്നു. അവിടെ മറ്റെല്ലാം മാറിയിരുന്നെങ്കിലും ഒന്നുമാത്രം അതേപടി നിലനിന്നിരുന്നു. അവൻ വെട്ടാതെ വിട്ടിരുന്ന ആ കരിനെല്ലി മരം. നിശബ്ദമായി എന്തോ ഒരു രഹസ്യം കാത്തു സൂക്ഷിക്കുന്നതുപോലെ അതവിടെ നിലകൊണ്ടിരുന്നു. 4ാമത്തെ കാട്ടിലും കേളൻ തീ കൊളുത്തി. പക്ഷേ ഈ പ്രാവശ്യം പ്രകൃതി മറ്റൊരു തീരുമാനമെടുത്തിരുന്നു. അഗ്നി ഉഗ്രരൂപം പൂണ്ടു. വായു അതിനെ കൂടുതൽ ശക്തമാക്കി. 8 ദിക്കുകളിൽ നിന്നും തീ അതിവേഗം ആളിപ്പടർന്നു. ജ്വാലകൾ കുതിച്ചുയർന്നു. ഓരോ നിമിഷവും അവ കൂടുതൽ ഭീകരമായി മാറി. ഇനി അവയെ മറികടന്നു ചാടുക അസാധ്യമായിരുന്നു. കേളനെ ചുറ്റി അഗ്നിയുടെ മതിലുയർന്നു. ചുറ്റും തീ മാത്രം. രക്ഷപ്പെടാൻ വഴിയില്ല. പുറത്തു കടക്കാൻ മാർഗമില്ല. അഗ്നിവളയത്തിൻ്റെ നടുവിൽ കേളൻ ഒറ്റയ്ക്കായിരുന്നു. അഗ്നിവളയത്തിനുള്ളിൽ കുടുങ്ങിയ കേളൻ രക്ഷയുടെ ഒരു സൂചന തേടി. അപ്പോഴാണ് അവൻ്റെ ദൃഷ്ടി നടുവിൽ നിലകൊണ്ടിരുന്ന നെല്ലിമരത്തിലേക്ക് തിരിഞ്ഞത്. ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷ അതുമാത്രമായിരുന്നു. ധൈര്യം കൈവിടാതെ കേളൻ മരത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. ആ കരിനെല്ലി മരത്തിൽ കാളിയൻ, കരിവേലൻ എന്നീ 2 നാഗങ്ങൾ താമസിച്ചിരുന്നു. അവ ഭയന്ന് കേളന്റെ ശരീരത്തിലേക്ക് പാഞ്ഞുകയറി. ഒന്ന് ഇടതുമാറിലും മറ്റൊന്ന് വലതുമാറിലും വിഷദംശനം. വിധി തൻ്റെ വഴി തിരഞ്ഞെടുത്തു. വിഷമേറ്റ കേളനും ആ 2 നാഗങ്ങളും ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് പതിച്ചു. ഉഗ്രമായ ജ്വാലകൾ. അടുത്ത നിമിഷം കേളനെ, കാളിയെ,
കരിവേലനെ അഗ്നി വിഴുങ്ങിക്കളഞ്ഞു. അതുവഴി വന്നത് വയനാട്ടുകുലവനായിരുന്നു. ചുറ്റും നിശബ്ദത. അഗ്നി കെടുത്തിയ കാട്ടിനുള്ളിൽ വെണ്ണീരായി കിടക്കുന്ന കേളനെ ദേവൻ കണ്ടു. തന്റെ വില്ലുകാലുകൊണ്ട് ആ വെണ്ണീരിൽ സ്പർശിച്ചു. ആ സ്പർശനം ഒരു അത്ഭുതത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത നിമിഷം വെണ്ണീരിൽ നിന്ന് കേളൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവന്റെ മാറിൽ 2 നാഗങ്ങളും ഉണ്ടായിരുന്നു. അവനോടൊപ്പം പുനർജന്മം നേടിയിരുന്നു. ആ കാഴ്ച കണ്ട വയനാട്ടുകുലവൻ സന്തുഷ്ടനായി. ദേവൻ കേളനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തോടെ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അപ്പോൾ വയനാട്ടുകുലവൻ കേളനെ നോക്കി പറഞ്ഞു, ഞാൻ കണ്ടതുകൊണ്ടാണ് ഇനി നീ കണ്ടനാർ കേളൻ എന്ന പേരിൽ അറിയപ്പെടുക. ദേവവചനങ്ങൾ കാട്ടിൽ മുഴങ്ങി. അതോടൊപ്പം തന്റെ ഇടതുഭാഗത്തിരിക്കാനുള്ള പീഠവും കയ്യിൽ ധരിക്കാനുള്ള ആയുധവും ദൈവിക പൂജയുടെ അവകാശവും വയനാട്ടുകുലവൻ കേളന് നൽകി. അങ്ങനെ ദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി കണ്ടനാർ കേളൻ പുതിയൊരു സ്ഥാനത്തേക്ക് ഉയർന്നു. ജനവിശ്വാസമനുസരിച്ച് അങ്ങനെയാണ് കണ്ടനാർ കേളൻ ദൈവസങ്കല്പമുള്ള കരുവായി മാറിയത്. ഇന്നും ആ കഥ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമായി നിലനിൽക്കുന്നു. ഞാൻ കണ്ടതുകൊണ്ട് ഇനി നീ കേളനല്ല,